നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ ലൈറ്റുകളെ പറ്റിയിട്ടാണ്. നോർമലി ഇപ്പോൾ നമ്മുടെ വീടുകളിൽ, അതായത് ഇപ്പോൾ വെക്കുന്ന എല്ലാ വീടുകളിലും നമ്മുടെ കോൺക്രീറ്റിങ്ങിൻ്റെ സമയത്ത് തന്നെ എന്ത് ചെയ്യും, 2 ഇഞ്ചിൻ്റെ ജംഗ്ഷൻ ബോക്സുകൾ വെച്ചിട്ട് ജംഗ്ഷൻ ലൈറ്റുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള പോർഷൻസ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഇതിപ്പം കണ്ടുവരുന്ന എല്ലാ വീടുകളിലും നമ്മൾ അല്ലെങ്കിൽ നോർമലി നമ്മുടെ കേരളത്തിലുള്ള എല്ലാ വീടുകളിലും ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു വീട്ടിൽ ലൈറ്റ് ഫിറ്റിങ്സിൻ്റെ കൗണ്ട് വരുമ്പോൾ ഒരു മേജർ പോർഷനും വരിക ഈ ജംഗ്ഷൻ ലൈറ്റിൻ്റെ പർച്ചേസ് ആയിരിക്കും. അത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഏത് രീതിയിലുള്ള ലൈറ്റ് ചൂസ് ചെയ്യണം, ഇതിനെ പറ്റിയിട്ടൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ടാവും. അതാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ടും നമ്മളിവിടെ കേരളത്തിൽ 3 ടൈപ്പിലുള്ള ജംഗ്ഷൻ ലൈറ്റുകളാണ് പല ബ്രാൻഡുകളും ഇറക്കുന്നതും, അതുപോലെ തന്നെ നമ്മൾ പല ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് വർക്ക് ഓർഡർ ചെയ്യുന്നതും. ഏറ്റവും അതായത് എന്താണ് പോപ്പുലറായിട്ട് പോകുന്ന 3 ടൈപ്പ് ജംഗ്ഷൻ ലൈറ്റ് തന്നെ 3 ടൈപ്പാണ് മെയിനായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അതിന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ മോഡലാണ്. ഇത് വന്നിട്ട് എന്താ പറയുന്നത്, ഒരു സ്പ്രിംഗ് ടൈപ്പ് മോഡലായിരിക്കും. മിനി ഡീപ്പ് എന്നൊക്കെ പറയും. അത് നമ്മുടെ കോമൺലി നമ്മൾ പറയുന്നൊരു ഒരു വേർഡാണ് മിനി ഡീപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നോർമലി ഉള്ള ഡീപ്പ് ജംഗ്ഷൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ നോർമൽ ജംഗ്ഷനിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഒരു മെയിനായിട്ടുള്ളൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ, അതായത് നിങ്ങൾ വെക്കുന്ന ബ്ലാക്ക് കളറിലെ 2 ഇഞ്ചിൻ്റെ ജംഗ്ഷൻ ബോക്സിനുള്ളിൽ 4 ലെഗുകൾ വരുന്ന ജംഗ്ഷൻ്റെ ഉള്ളിൽ ഈ സാധനം വെക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതേപോലുള്ള അതല്ലാത്തടത്തെല്ലാം വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷനാണ് ഈ മിനി ഡീപ്പ് പോലുള്ള ഈ ജംഗ്ഷൻ ലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ PCB പ്ലേസ് ചെയ്യുന്നത്, PCB എന്ന് പറഞ്ഞാൽ ആ ലൈറ്റ് കത്തുന്ന DOB, അത് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഈ ഒരു പോർഷനിലായിരിക്കും. അതായത് ഇതിൻ്റെ എന്താ പറയുന്നത് ലൈറ്റ് വരുന്ന ഡിഫ്യൂസറുമായിട്ടുള്ള ഈ ഒരു പോർഷനിലായിരിക്കും ഇതിൻ്റെ PCB നമ്മൾ പ്ലേസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെയുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം 1.5 ഇഞ്ചോളം ഉള്ളിൽ ഇത്രയും സ്പേസ് കിടക്കുന്നതുകൊണ്ട് തന്നെ എയർ സർക്കുലേഷനും അതുകൂടാണ്ട് എന്താ പറയുന്നത് അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ ആയി പോകാനുള്ളൊരു സ്പേസ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. നമ്മളെപ്പോഴും നമ്മുടെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഈ മിനി ഡീപ്പാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം കൂടുതൽ കാലം LED ലാസ്റ്റ് ചെയ്യാനും ഹീറ്റ് കുറയ്ക്കാനും ഒക്കെ ഇതിനെ കൊണ്ട് സാധിക്കും. പിന്നെ മാക്സിമം ഇതിൻ്റെ ഉള്ളിൽ 3 വാട്ട്സ് വരെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അതിന് മേലോട്ടായി കഴിഞ്ഞാൽ ഇതിനുള്ള അറിയാമല്ലോ, അതായത് ഈ ജംഗ്ഷൻ ലൈറ്റുകൾ ഓൾറെഡി ഈ കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. വേറെ എയർ സർക്കുലേഷനുള്ളൊരു ഏരിയയോ അല്ലെങ്കിൽ എയർ സർക്കുലേഷനുള്ളൊരു ചാൻസോ ഒന്നും അതിൻ്റെ ഉള്ളിൽ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മാക്സിമം ഒരു 3 വാട്ട്സ് ആകുമ്പോഴത്തേക്കും അതിനനുസരിച്ചിട്ടുള്ളൊരു ഹീറ്റ് അത് ജനറേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഹീറ്റ് അതിനുള്ളിൽ തന്നെ സർക്കുലേറ്റ് ആവാനുള്ളൊരു ഹീറ്റ് ആയതുകൊണ്ട് തന്നെ അതിന് മേലോട്ട് നമ്മൾ ഒരിക്കലും പ്രിഫർ ചെയ്യത്തില്ല. 3 വാട്ട്സ് തന്നെ ആണ് നമ്മൾ അത് എപ്പോഴും നമ്മളും പ്രിഫർ ചെയ്യുക. 3 വാട്ട്സിൻ്റെ തന്നെയാണ് നോർമലി മാർക്കറ്റിലുള്ള ജംഗ്ഷൻ ലൈറ്റുകൾ എല്ലാം. പിന്നീട് അടുത്തൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ടൈപ്പ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രൂ ടൈപ്പ് ജംഗ്ഷൻ ലൈറ്റ് എന്ന് പറയും. നോർമലി നമ്മൾ വെക്കുന്ന സർഫസ് ടൈപ്പ് ജംഗ്ഷൻ ലൈറ്റ് അല്ല, അല്ലെങ്കിൽ സ്ട്രൈക്കർ എന്ന് പറയുന്ന സാധനമല്ല. ഇതെന്ന് പറഞ്ഞാൽ സ്ക്രൂ ടൈപ്പ് എന്ന് പറയും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ജംഗ്ഷൻ ലൈറ്റുകൾക്കുള്ളിൽ 4 കാല് വരുന്ന ജംഗ്ഷൻ ലൈറ്റുകളുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ആപ്റ്റായിട്ടുള്ള സാധനമാണിത്. അതുമാത്രമല്ല ജംഗ്ഷൻ ലൈറ്റുകൾക്കുള്ളിൽ ധാരാളം വയറുകൾ, വേറെ ലൂപ്പ് വയറുകളൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇത് അകത്തോട്ട് കയറ്റി വെച്ചതിന് ശേഷം ഈ 2 പോർഷനിൽ കൂടെ നമുക്ക് ജംഗ്ഷൻ ലൈറ്റിൽ സ്ക്രൂ ചെയ്ത് വെച്ചിട്ട് ഈ അടപ്പ് വെച്ചിട്ട് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ അടപ്പ് വെച്ച് അടയ്ക്കുന്നതിന് നമ്മൾ ഇന്നോവേറ്റീവായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹീറ്റ് കൂടിയിട്ട് പല ബ്രാൻഡുകൾക്കും ഹീറ്റ് കൂടിയിട്ട് ഇതിൻ്റെ ഡിഫ്യൂസർ തട്ടിപ്പോകുന്നു എന്നുള്ളൊരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനായിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ട് ലോക്കിംഗ് സിസ്റ്റം നമ്മൾ ഡിഫ്യൂസറിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഡിഫ്യൂസർ തട്ടിപ്പോകുന്നുള്ളൊരു പ്രശ്നം വരുന്നത്, കാരണം അത്രയും ടൈറ്റായിട്ടുള്ളൊരു ലോക്കിലാണ് ഈ ഡിഫ്യൂസർ ഇരിക്കുന്നത്. വേറൊരു ഇഷ്യൂ പറയുന്നത്, നോർമലി വരുന്ന ഈ ടൈപ്പ് ജംഗ്ഷൻ ലൈറ്റ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ നോവോ ജംഗ്ഷൻ എന്ന് പറയും. അത് നമ്മുടെ കോളാണ്. നോവോ ജംഗ്ഷൻ്റെ ഒരു പ്രശ്നം മറ്റുള്ള ബ്രാൻഡുകളിൽ വരുന്നത് ഈ പറഞ്ഞതുപോലെ ഈ ഒരു പോർഷനിൽ മാത്രമേ ഇതിൻ്റെ റിംഗ് എന്ന് പറയും. നമ്മൾ പറയുമ്പോൾ റിംഗ് എന്ന് പറയും. ഈ റിംഗ് അമങ്ങിയിരിക്കുന്നുള്ളത് കൊണ്ട് ഇത് ഹീറ്റ് കൂടിയിട്ട്
പുറത്തോട്ട് ഇത് ബഡ്ജ് ചെയ്യാൻ, അതല്ലെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനെ എന്താ പറയുക ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ ഒരു മോഡൽ. അതായത് ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ലോക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ ഉള്ളിലൊരു ലോക്കിംഗ് സിസ്റ്റം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ 2 ലോക്ക്. ഈ ലോക്ക് നമ്മൾ ഉള്ളിലിട്ടതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ അമക്കി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോക്ക് അവിടെ കിടക്കും. പിന്നീട് ഒരിക്കലും ഈ സാധനം ഹീറ്റ് കൂടിയിട്ടോ അതല്ലെങ്കിൽ വേറെ ഒരു ചാൻസിലും എന്താ പറയുക ഇത് പുറത്തോട്ട് ബഡ്ജ് ചെയ്യാനുള്ളൊരു ചാൻസ് ഇല്ല. പിന്നീട് വരുന്നൊരു മോഡലാണ് ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു മോഡലാണ്. ജംഗ്ഷൻ ലൈറ്റുകൾക്കുള്ളിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു മോഡലാണ് ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഫ്ലാറ്റാണ്. നിങ്ങൾക്കിത് നോക്കിയാൽ തന്നെ അറിയാം, നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. പിന്നെ ഇത് ഏത് ടൈപ്പ് ജംഗ്ഷനിലും നമുക്ക് ഈ സാധനം വെക്കാൻ പറ്റും. അതായത് നോർമൽ ജംഗ്ഷനിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നോർമൽ ജംഗ്ഷനിൽ തന്നെ ഇപ്പം 4 കാലുള്ള ജംഗ്ഷനിലാണെങ്കിലും 2 ലെഗുള്ള ജംഗ്ഷനിലാണെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ഈ സാധനം വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു പ്രശ്നം നമ്മൾ എപ്പോഴും നമ്മുടെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനോട് പറയുന്ന ഒരു പ്രശ്നം, ഇത് കാണാൻ ഭംഗിയാണ്, എല്ലാം നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ് എല്ലാമാണ്. പക്ഷേ ഇതിൻ്റെ PCB നമ്മൾ പ്ലേസ് ചെയ്യുക ഈ ഒരു പോർഷനിലായിരിക്കും നമ്മൾ ഇതിൻ്റെ PCB, അതായത് എൻഡ് പോർഷനിലായിരിക്കും ഇതിൻ്റെ PCB പ്ലേസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഹീറ്റ് ഡയറക്റ്റ് ഇവിടുന്ന് തന്നെയായിരിക്കും പുറത്തോട്ട് വരിക. അതായത് ആ ജംഗ്ഷൻ്റെ ഉള്ളിലോട്ട് ഹീറ്റ് ഡയറക്റ്റായിട്ട് തന്നെയായിരിക്കും വരിക. അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രശ്നം ഈ ഹീറ്റിൻ്റെ ഒരു പ്രശ്നം പലപ്പോഴും വരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ജംഗ്ഷൻ്റെ ഉള്ളിൽ അതുപോലെ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. കൂടുതൽ വയറുകൾ തിങ്ങി നിൽക്കുന്നിടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഹീറ്റിൻ്റെ ഒരു പ്രശ്നം പലയിടത്തും വരുന്നതായിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഈ സ്പ്രിംഗ് ഉള്ള ടൈപ്പാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ പിന്നെ ഓരോരുത്തരുടെയും പ്രിഫറൻസ് ആണ് ഏത് ടൈപ്പ് വേണമെന്ന് ഉള്ളത്. പിന്നീട് ഇതിൻ്റെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസിങ്ങിനെ പറ്റിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇപ്പം വരുന്ന എല്ലാ വീടുകളിലും ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ഉണ്ടാവുക ഇതേപോലെയുള്ള ജംഗ്ഷൻ ലൈറ്റുകൾക്കാണ്. കാരണം അതിന് മാത്രം പോയിന്റുകൾ അവർ ഇട്ടിട്ട് പോകും. കാരണം ആ ഭംഗിക്ക് വേണ്ടിയിട്ടും ആ ഒരു ആംബിയൻസും ഒക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം പക്ഷേങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഈ ലൈറ്റിങ്ങിൻ്റെ ഒരു പർച്ചേസ് വരുന്നതുകൊണ്ട് തന്നെ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കൗണ്ട് വരിക ഈ ജംഗ്ഷൻ ലൈറ്റിംഗ് ആയതുകൊണ്ട് തന്നെ പലരും ഇതിൻ്റെ പ്രൈസിങ്ങിനെ പറ്റിയിട്ട് ഭയങ്കര കൺസേൺ ആയിരിക്കും. അപ്പം ഇതിനകത്ത് വേറെ ഒരു ടെക്നിക്കുകൾ പല ബ്രാൻഡുകളും ചൂസ് ചെയ്യുന്നത്, അവർക്ക് തന്നെ ഈ പല 3 മോഡൽസും അവർക്കുണ്ടാവും. പക്ഷേങ്കിൽ അതിൽ ഒരു മോഡലിന് ഒരു പ്രൈസ്, ഒരു മോഡലിന് ഒരു പ്രൈസ്, വേറൊരു മോഡലിന് വേറൊരു പ്രൈസ്, അങ്ങനെയായിരിക്കും അവർ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. അത് വേറൊന്നും കൊണ്ടല്ല, ആക്ച്വലി ആസ് നമ്മുടെ ഒരു ഫാക്ടറി പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം പ്രൈസിങ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. അതായത് ഇതിൻ്റെ ഹൗസിങ് നോക്കണ്ട, ഈ ഹൗസിങ്ങിലല്ല കാര്യം. ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ ഈ ബോഡിയിലല്ല കാര്യം. നമ്മൾ ഈ ബോഡിക്കുള്ളിൽ ഏത് PCB യൂസ് ചെയ്യുന്നു, ഏത് LED യൂസ് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ പ്രൈസിങ് വരിക. അതായത് നമുക്കിപ്പം പിന്നെ ഇതിനകത്ത് ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വില കുറഞ്ഞ രീതിയിലുള്ള ജംഗ്ഷൻ ലൈറ്റുകളിലോട്ട് പോകരുത്. വേറൊന്നും കൊണ്ടല്ല, വില കുറയും തോറും എന്താണെങ്കിലും ഇതിനകത്ത് PCBയുടെ ക്വാളിറ്റിയും കുറവായിരിക്കും. അതിപ്പം ഏതിൻ്റെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഇത്രയും കൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് പേടിയാണ് ഇച്ചിരി വില കൂടുതലുള്ള സാധനം മേടിക്കാനായിട്ട്. കാരണം അവർക്ക് അത്രയും പൈസയുടെ ഒരു കൺസേൺ വരുന്നതുകൊണ്ടാണ്. അപ്പം നമുക്ക് എപ്പോഴും പറയാനുള്ളത്, ആദ്യമേ തന്നെ നിങ്ങൾ ലാസ്റ്റ് മൊമെൻറ്റിലോട്ട് പർച്ചേസ് വെക്കാതെ ആദ്യമേ തന്നെ, അതായത് ഒരു നമ്മുടെ അഭിപ്രായത്തിൽ ബിൽഡിങ്ങിൻ്റെ വർക്ക് തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ലൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റിങ്ങും അതിനൊരു കൃത്യമായിട്ടുള്ള പ്ലാനിങ് ചെയ്യണമെന്ന് എപ്പോഴും നമ്മൾ പറയാറുള്ളൂ. അഥവാ അങ്ങനെ പറ്റിയില്ലെങ്കിൽ പോലും ഒരു ഇൻറ്റീരിയറിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് തന്നെയെങ്കിലും നിങ്ങൾ ലൈറ്റിങ് പ്ലാൻ ചെയ്തുകൊണ്ട് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ബഡ്ജറ്റിങ് മാറ്റി വെക്കുക. അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ അതിനുള്ള ബഡ്ജറ്റ് നിങ്ങൾ കണ്ടുവെക്കണം. അത് വരാത്തൊരു സാഹചര്യത്തിലാണ് ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു റഷ് പർച്ചേസ് ആയിട്ട് എന്ത് മാറുന്നത്, ഈ ലൈറ്റിങ് മാറുന്നത്. ആ സമയത്തേക്ക് വില കുറഞ്ഞ സാധനത്തിന് ഇപ്പോൾ ജംഗ്ഷൻ ലൈറ്റൊക്കെ ആകുമ്പോൾ ഇത്രയും കൗണ്ട് ഉണ്ടല്ലോ, എപ്പോഴും ഇടുന്നില്ലല്ലോ, ഇതൊക്കെ ആൾക്ക് വളരെ കൺസേൺ. എപ്പോഴും ഇടുന്നില്ലല്ലോ, കുറച്ച് നാളല്ലേ ഇടുന്നുള്ളൂ, അല്ലെങ്കിൽ വല്ലപ്പോഴും അല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിനകത്ത് വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. വല്ലപ്പോഴും ഉപയോഗിക്കുമ്പോഴാണെങ്കിൽ പോലും നമുക്കിതെന്താണ് പല ലോക്കൽ മെറ്റീരിയലുകൾ ഇട്ട് ചെയ്യുന്ന പല പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ വില കുറഞ്ഞ പ്രൊഡക്റ്റുകൾ അതെടുത്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്യൂട്ടിനെ വരെ അത് കാര്യമായിട്ട് അത് ബാധിക്കാനായിട്ടുള്ള
ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുമാത്രമല്ല അന്തരീക്ഷത്തിലെ മോയ്സ്ചർ പലപ്പോഴും ജംഗ്ഷൻ ലൈറ്റുകളിൽ കൂടുതലും പോവുക നമ്മുടെ വീടിൻ്റെ പുറത്തുള്ള ഷെയ്ഡുകളിലേക്കായിരിക്കും പോവുക. അപ്പോൾ അന്തരീക്ഷത്തിലെ മോയ്സ്ചറിനനുസരിച്ചിട്ട് ചിലപ്പം അതിന് പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. ഹ്യൂമിഡിറ്റി അതിനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് എന്താ പറയുക, കുറച്ച് നേരം കത്തിക്കടന്ന് ഇതിനകത്തൊരു മെയിൻ പ്രശ്നം നമ്മൾ ലോക്കൽ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള കുറഞ്ഞ സാധനം എടുത്താലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജംഗ്ഷൻ ലൈറ്റുകളിൽ മോസ്റ്റ് ഓഫ് ദം എവിടെയാണ് വരിക, നമ്മുടെ ഡബിൾ ഹൈറ്റിൽ പുറത്തുള്ള പറഞ്ഞ ഷെയ്ഡിലും ഒക്കെ ആയിരിക്കും. അത് നമ്മളിപ്പോൾ കുറഞ്ഞ സാധനം നമ്മൾ മേടിച്ച് അവിടെ ഫിറ്റ് ചെയ്യുന്നു, ഇതങ്ങ് കംപ്ലൈൻ്റ് ആയി പോകുന്നു. കംപ്ലൈൻ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നീട് ഇതൊന്ന് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് അതിനുവേണ്ടി തന്നെ നമ്മൾ പിന്നീട് സ്കഫോൾഡിങ് ഇടണം, ആളെ നിർത്തണം. സ്കഫോൾഡിങ് ചിലപ്പോൾ 1-2 ലൈറ്റ് പോയി 2 ലൈറ്റ് മാറാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ അത്രയും എക്സ്പെൻസ് പിന്നീട് മുടക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ആ പർച്ചേസിൻ്റെ സമയത്ത് നമ്മൾ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നീട് നമുക്ക് അതിൻ്റെ എക്സ്പെൻസ് ഓട്ടോമാറ്റിക്കായിട്ടും വരും. അപ്പോൾ അത് നമ്മൾ ആദ്യമേ മനസ്സിൽ കണ്ടുകൊണ്ട് നല്ല സാധനം ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നല്ല സാധനം പറയുമ്പം ഇപ്പോൾ ഷോപ്പിലൊക്കെ അത്യാവശ്യം നല്ല പ്രൈസിങ് വരുന്ന സാധനങ്ങൾ പലതും ഉണ്ട്, അത് ചൂസ് ചെയ്യുക. കാരണം അതിനനുസരിച്ചുള്ള ക്വാളിറ്റി എന്താണെന്നുണ്ടെങ്കിൽ അതിലുണ്ടാവും. അല്ലെങ്കിൽ നമ്മളെ സമീപിക്കാം. നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ഈ സാധനങ്ങൾക്കെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാക്ടറി പ്രൈസിൽ തരാൻ പറ്റും. ഫാക്ടറി പ്രൈസ് നമുക്ക് സത്യം പറഞ്ഞാൽ അത് ഓരോ മെറ്റീരിയൽ അനുസരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് ഫാക്ടറി പ്രൈസ് തരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ ഈ ജംഗ്ഷൻ ലൈറ്റിൽ ചൂസ് ചെയ്യുക. കാരണം പിന്നീട് ഇതിൻ്റെ ഉള്ളൊരു മെയിൻ്റനൻസ് കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. അതാണ് നമുക്ക് ആദ്യമേ പറയാനുള്ളത്. പിന്നെ ഏത് ഡിസൈൻ വേണം, ഏത് മോഡലിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തു തരാനായിട്ട് പറ്റും. ഇതുകൂടാതെ ഇനി ജംഗ്ഷൻ ലൈറ്റുകളെ പറ്റിയിട്ടോ മറ്റ് ലൈറ്റുകളെ പറ്റിയിട്ടോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ഡെക്കോബോക്സുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അവരുടെ നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. ലൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് കൺസൾട്ടേഷനും ഡെക്കോബോക്സിന് കോൺടാക്ട് ചെയ്യുക.